മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ സാറാണ് നമുക്കപ്പോൾ. നമസ്കാരം സാർ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാര, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അത്ര ഒന്ന് വേണ്ടേ അത്ര ഒന്ന് വേണ്ടേ എന്ന് പാടുന്ന സമയത്താണ്, വയലാർ ശരചന്ദ്രൻ്റെ വരികളാണ്. ആ സമയത്താണ് അലക്സ് പോൾ ശരിക്കും മനസ്സിനകത്തേക്ക് വരുന്നത്. അതുമുതൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ പാട്ടുകളും. അതിൽ ഈ തട്ടമിട്ട് ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അത്ര ഒന്ന് വേണ്ടേ എൻ്റെ കൂട്ടുകാര സുൽത്താൻ്റെ ജയിലുകാരാണെന്നാണ് ചോദിക്കുന്നത്. അതേ തുടർന്ന് ഒരു വരിയും കൂടെ ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്ത് ഞാൻ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ, ലാളനങ്ങളിൽ മുഴുവാൻ കൈ താളമിട്ടൊന്ന് പാടുവാൻ എത്ര വട്ടമൻ കാൽച്ചിലങ്കുകൾ മെല്ലെ കൊഞ്ചിയൊന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സ് ഭയങ്കര വലുതായിട്ട് ഓപ്പണപ്പായിട്ടാണ് അത് സംസാരിക്കുന്നത്. ആ സമയത്ത് ഈ പാട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നു മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ശരിക്കും അലക്സ് പോളിനെ. ആ പടം ഒരു വലിയൊരു മൈലേജ് തന്നില്ലേ ശരിക്കും? തീർച്ചയായിട്ടും. നിങ്ങൾ ലയൻസാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്, അതെല്ലാവരും ഈ പാട്ട് വിജയിക്കുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് മ്യൂസിക് ഡയറക്ടറിനാണ്. സത്യത്തിൽ ലയൻസിനും കൊടുക്കേണ്ടതല്ല, കൊടുക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു പാട്ടിന് കാലങ്ങളോളം ജീവിക്കാൻ പറ്റുന്നത് ലയൻസിൻ്റെ ഗുണം കൊണ്ടിട്ടാണ്. ട്യൂൺ ആദ്യത്തെ ഒരു ഇത് മാത്രമാണ്. അതല്ലാതെ പിന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലയൻസിന് പ്രാധാന്യം ഉണ്ടാവണം. അപ്പോഴായിരിക്കും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് കൂടുതലായിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഒരു മനോഹാരിത ഞാനത് ആസ്വദിക്കുകയായിരുന്നു. നിങ്ങൾ വെറുതെ പറയണേ ചെയ്ത്, എന്നിട്ട് പോലും തൊട്ടുമിട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ എന്ന് പറയുന്നതൊക്കെ വല്ലാത്തൊരു ഫീലാണ്. അത്രയും അടുത്ത് നിന്നിട്ട് നീ കൈതൊടാഞ്ഞത് എന്തെന്നാണ് അവൾ ചോദിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ മനോഹരമായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നരേൻ്റെ വായിൽ കൂടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നരേൻ തന്നെ പാടുന്നതായിട്ട് തോന്നുന്നു. ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. വിനീത് ഈ പാട്ടിലേക്ക് വരുന്നത് എന്ത് സാഹചര്യത്തിലായിരുന്നു? അത് ഭയങ്കര പറഞ്ഞ് വിശ്വസിക്കാത്തൊരു സംഭവം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ അന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു റിസോർട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. അവിടെ വെച്ചിട്ട് അവിടെ തന്നെ ഒരു കുളിക്കാനുള്ള അരിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലമുറുത്തുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത് പാടാനായിട്ട് വിനീതിനെ കൊണ്ട് പാടിച്ചാലോ എന്ന് തോന്നുന്ന അതേ സമയത്ത് തന്നെ ലാൽ ജോസിൻ്റെ കോള് വരുന്നു. വന്നിട്ട് ലാൽ ജോസിനോട് ചോദിക്കുകയാണ്, നമുക്കത് വിനീതാക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താ വെച്ചാൽ മനസ്സ് ചിന്തിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിനെ കിട്ടി. അത് ഭയങ്കര അനുഭവമായിരുന്നു. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചില അനുഭവം ഉണ്ടാകാറുണ്ട്. രണ്ടൊന്നൂർ ഒരുമിച്ച് കൂട്ടുകാരെല്ലാം ഒരുമിച്ച് പോകുന്ന സമയത്ത് ഒരുമിച്ചൊരു പാട്ട് പാടും പ്രതീക്ഷിക്കാണ്ട്. അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ വേറെ ആളുടെ മനസ്സിൽ വരും. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ആ പടത്തിന് അങ്ങനെ സംഭവമുണ്ട്. അതിൻ്റെ മ്യൂസിക്കും ഡയറക്ഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിൽ കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെ ആയില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്ന് തേനല്ലേ, പിന്നെ വൈകി വന്ന പ്രണയം തീയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വരികളുണ്ട്. കോളേജ് വിദ്യാർത്ഥി പ്രണയമാണ് കാണിക്കുന്നത്. അതിനകത്ത് SFIക്കാരൻ സ്വപ്നം കാണുമ്പോഴും ഒക്കെ അതിനകത്ത് വരികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഹരിരാമരാജകഥ പാടി വന്നൊരു പൊന്നു പൈങ്കിളി പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനോഹരി രാധേ രാധേ മുരളിന്ന് എവിടെ പെണ്ണെ എന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഹരിരാമരാജകഥയൊക്കെ ശരിക്കും ലാൽ ജോസ് സാറിൻ്റെ സജഷനായിരുന്നു, അതേ അലക്സ് പോൾ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മുന്നോട്ട് വെച്ച സജഷനാണ്? അത് ഇതിൻ്റെ പിന്നിൽ വേറെ കഥയുണ്ട്. ആദ്യത്തെ പടം ചെയ്തപ്പോൾ അതിൽ മഴവിട്ട് സ്തുതികേട്ട് എന്നുള്ള പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു മെയിൽ ഇതുണ്ട്. അപ്പോൾ അത് നിലവിലുള്ള പാട്ടിൽ നിന്ന് മാറിയിട്ട് ഡിഫറെൻ്റ് ആളുടെ സ്കെയിലിലാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു അതിൻ്റെ. അപ്പോൾ ഈ മനുഷ്യനൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അതുണ്ട്. ഇപ്പോൾ എൻ്റെ കൽബിൽ എന്നുള്ള പാട്ട് ഞാനൊന്ന് മാറ്റി പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. അത് ഇനി സമ്മതിക്കില്ല, എത്ര നല്ലതാണെങ്കിൽ ഇപ്പോൾ സമ്മതിക്കില്ല. അപ്പോൾ ഞാനിത് പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റണം. അത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവനത് അറിയാൻ പറ്റണം. ഈ സിനിമ കഥ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ഉണ്ടാക്കുന്ന കഥയെന്നൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും. പിന്നീട് അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് തൂങ്ങൊന്നുമില്ലാരും എന്ന് അപ്പോഴാണ് അത് മനോഹരമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചേഞ്ച് ആയുള്ളൊരു സ്കെയിലിൽ ഇങ്ങനെ പിടിച്ചിട്ടൊരു മെയിൽ വേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ പടം കൂടിയാണല്ലോ. പുള്ളി വന്നിട്ട് പറഞ്ഞ ആ പാട്ട് നശിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കേട്ടപ്പോൾ അതിൻ്റെ ഡയറക്ടറായ റാഫിയും ഞെട്ടിപ്പോയി, കുഴപ്പമാണെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ പടം കൂടിയല്ലേ,
എൻ്റെ ഒരു ആദ്യത്തെ പടം കൂടിയാണ്. പാട്ടിലാണെങ്കിൽ പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അതെന്താ കുഴപ്പവും ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പുള്ളിക്കും തോന്നി. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനൊരു സൂത്രം ഉപയോഗിച്ചു. പണ്ട് നമ്മൾ അങ്ങനെയുള്ള ചില തട്ടിപ്പൊക്കെ ചെയ്യാറുണ്ട്. എനിക്കറിയാം എൻ്റെ സൈക്കോളജി, അതായത് ഇതുകൊണ്ടിട്ടാണെന്നുള്ളത്. അല്ലാണ്ട് രാഗം തമ്മിൽ ചേരാത്തതുകൊണ്ടിട്ടല്ല. ഒരു സാധനം ഇപ്പം കേട്ടിൽ നിന്ന് മാറിയ രീതി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം അറിയാണ്ട് തന്നെ മറ്റുള്ള പാട്ടിൻ്റെയൊക്കെ എഴുത്തിനടക്കുകയാണ്. ഇത് അറിയാണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ മുറിയുന്നുണ്ട് ഈ പാട്ട് പതുക്കില്ല ഓളിയും കുറച്ച് കേൾപ്പിക്കുകയാണ്. ദൂരെ നിന്ന് കേൾക്കുന്ന പോലെയാണ് പുള്ളി കേൾക്കുന്നത്. ഞാൻ കേട്ട് 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 കുറച്ച് ഇതായി കഴിഞ്ഞപ്പോൾ ഇത് ട്രാൻസ്ഫോമായി. എന്നിട്ട് ഒരു ദിവസം റാഫി എല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കറിയാം റാഫിക്ക് ഭയങ്കര പേടിയുണ്ട് പുള്ളി പറഞ്ഞല്ലോ. ഞാൻ പുതിയ ഒരാളല്ലേ, എന്താ കാണിക്കണമെന്ന് അറിയില്ലല്ലോ. അവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനത് ശരിയാക്കി, നിങ്ങൾ പറഞ്ഞ പോലെ ആക്കിയതുണ്ട്, വെറുതെ നുണ പറഞ്ഞു. എന്നിട്ട് സെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് വേണ്ട ഇപ്പോഴാണ് കറക്റ്റായെന്ന്. ശരിക്കും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഈ രാഗത്തിലേക്ക് പിടിക്കുന്ന ആളറിയാലോ, ഇന്ന രാഗമാണത് ഇന്നാന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ പൊതുവെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഒരു രാഗത്തിൽ വരുമ്പോൾ ആ രാഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആകണമെന്നും ഒരു താളത്തിലാണെങ്കിൽ ആ താളത്തിൽ തന്നെ വരണമെന്നൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ പൊളിക്കുമ്പോഴാണ് ഡിഫറെൻ്റ് ആളുള്ള സംഗീതം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരിക്കലും ചെയ്യാത്ത രണ്ട് രാഗങ്ങളെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. ചതിക്കാത്തതെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഈ പാട്ട് അങ്ങനെയല്ല, രണ്ട് രാഗങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല സാധനത്തിൽ. അങ്ങനത്തെ രണ്ട് രാഗങ്ങളെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. കാത്തിരുന്ന പെണ്ണല്ലേ എന്ന് പെട്ടെന്ന് രാമ രാമ കഥ പാടി വന്നൊരു കാത്തിരുന്ന പെണ്ണല്ലേ, വേറെ മാറി വരെയാണത്. അത് സിമ്പിളല്ല. ഇപ്പൊ കേട്ടിട്ട് എല്ലാവരും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പാടുന്ന സമയത്ത് പാട്ടുകാരൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ അവസാനം അത് കേൾക്കുമ്പോൾ അറിയാതെ അതിലേക്ക് വരാൻ ബുദ്ധിമുട്ട് വരും. അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോൾ കാത്തിരുന്ന പെണ്ണല്ലേ എന്നുള്ളത് പാടുന്നതും കാലമേറെ ആയില്ല എന്ന് പാടുന്നത്, ജോസിനെ പാടുന്ന സമയത്ത് കാലമേറെയ ഒരു ഹസ്കിനെസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ജോസ്നയുടെ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഹസ്കിനെസ് ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത്? അതെ അലക്സ് പോൾ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു ഹസ്കിനെസ് കൊണ്ടുവന്നതാണോ അതിനകത്ത്? നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കൊടുക്കൽ പെടുന്ന കാര്യങ്ങളാണ്. അറിയാതെ ഈ കലാകാരനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരും ഓരോ പാവങ്ങളാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അറിയാണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ കുഴപ്പത്തിലേക്കൊക്കെ പോവും. ആ ഒരു കാര്യമുണ്ട്. അതായത് ഈ ജോസ്ന അന്ന് എനിക്ക് തോന്നുന്ന ആ പാട്ട് പാടാൻ വേണ്ടി ഏതാണ്ട് ഒരു ദിവസമായിട്ട് എടുത്തു. സാധാരണ ജോസ്ന സിനിമ ആ സമയത്ത് പാട്ടൊക്കെ പാടിയിരുന്നതാണ് പുള്ളിക്കാരത്തി. ഒരു അരമണിക്കൂറുണ്ട് ഒരു മണിക്കൂറുണ്ട് പാടിയിട്ട് പോകണ്ട. രാവിലെ പോലെ പാടുന്നു, വൈകുന്നേരമായിട്ടും പാട്ട് ശരിയായിട്ടില്ല. എന്ന് വെച്ചാൽ കറക്ഷൻസ് എൻ്റെ മനസ്സിലുള്ള ഇതിലേക്കാണ് വരുന്നില്ല. അങ്ങനെ എനിക്ക് എടുക്കണം. അതായത് ഈ നമ്മളെപ്പോഴേ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് വെള്ളം നന്ദിയായിരിക്കാം, നിങ്ങൾ കുടിക്കും. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ ഒരു വൃത്തിയുടെ അളക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒരു ലെൻസ് വെച്ചൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ അഴുക്കാണ്ട് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ മൈന്യൂട്ടായുള്ള ചില കറക്ഷൻസ് ഉണ്ടല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു ഞാൻ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യശ്രീയല്ലേ പാടുന്നത്. അന്ന് അതൊന്നും ചിന്തിക്കണില്ല. ശരി കഷ്ടമാണ്. രാവിലെ വരെ വൈകുന്നേരം വരെ. അവസാനം ഒരു 3 മണിയൊക്കെ മൂന്നര മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുറകിൽ പുള്ളിക്കാരത്തെ ഫാദർ ഉണ്ടായിരുന്നു. ഫാദർ വന്ന് തന്നെ സാർ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതായത് ഏത് ഫാദറും പറഞ്ഞു പോകും, ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഫാദറാണെന്ന് ആരാണെന്ന് ഓർത്തില്ല. ഞാൻ ഇതിൽ നിൽക്കുകയാണ്, ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയാണ്. അവനെ പുറത്തു പോകണമെന്ന് അറിയാണ്ട് പറഞ്ഞു പോയതാ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, എന്ത് കഷ്ടമായിപ്പോയി. ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പം എൻ്റെ മോളായിട്ടൊരു സംഭവത്തിന് വന്നിട്ട് അപ്പനോട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ. സാധനത്തിൽ ആരും തന്നെ അങ്ങനെ ഒന്നും ഇരിക്കാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മോശമല്ലേ അത്. എനിക്ക് പിന്നെ ഒന്നും നടക്കണില്ല, അടുത്ത് പാടിക്കാനും പറ്റണില്ല, പറഞ്ഞും പോയി. ആ ഒരു അല്ലെങ്കിൽ ലയിച്ച് നിൽക്കുമ്പോൾ സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ടത്തെ ഈ സന്യാസിമാരില്ലേ, അവർ തപസ് എടുക്കുന്ന സമയത്ത് ശപിക്കുമെന്ന് പറയും അല്ലേ. ഇത്ര നല്ല മനസ്സിന് പവറുള്ള അവരിങ്ങനെ ശപിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻവോൾവ്മെന്റ് ഒരുപാടായി കഴിയുമ്പോൾ അതിൽ തന്നെ ലയിച്ചിരിക്കുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും അവർ അനുവദിക്കില്ല. അപ്പോൾ അറിയാണ്ട് ആ ഒരു പവറിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞ പോലെ പെട്ടുപോയി. അവനവിടെ വർക്ക് നിർത്തി. കുറച്ചു നേരം പതുക്കെ പുറത്തിറങ്ങി. പുള്ളി പുറത്തുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെ പുള്ളിക്ക് അത് ഫീൽ ചെയ്തില്ല. പുള്ളി റൈറ്റ് ആളെ രീതി തന്നെ എടുത്തെന്ന് മാത്രമല്ല, പുള്ളി എന്നോട് ഭയങ്കര ക്ലോസ് ആയി. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പുള്ളിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു. പക്ഷേ പുള്ളി അത് ഒരിക്കലും മനസ്സിൽ വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല,
എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആത്മാർത്ഥത പുള്ളി തിരിച്ചറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ. പിന്നീട് ഒരുപാട് പാട്ട് ജോസിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇങ്ങനെ പാട്ട്. ഇപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് അതിലല്ലേ. എൻ്റെ ഉണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ അതാണ് എപ്പോഴും നമ്മളെ ഈ ബൈബിളിലൊരു സംഭവം പറയുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കണമെന്ന്. ഒരു വാക്ക് പറഞ്ഞു പോയി തിരിച്ചെടുക്കാൻ പറ്റില്ല ആരോടാണെങ്കിലും, അത് ഏത് വികാരത്തിൻ്റെ പുറത്താണെങ്കിലും. അങ്ങനെ സംഭവിച്ചു പോയി. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചെന്നിട്ട് പുള്ളിയെടുത്ത് എനിക്ക് ക്ഷമ ചോദിക്കാനും പറ്റുന്നില്ല. പക്ഷെ അത് വേണ്ടിയൊന്നുമില്ല. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഒന്നും തോന്നി പുള്ളി കാണിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് വിചാരിക്കണം.